പറഞ്ഞല്ലോ വ്യക്തിപരമായ സന്ദർശനമാണെന്ന്. ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ട്. അദ്ദേഹത്തോട് വളരെ ആദരവും ബഹുമാനമുള്ള ഒരാളാണ് ഞാൻ. വളരെ നല്ല ബന്ധമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹമായിട്ട് ഉണ്ടായിരുന്നത്. MLA-മാരായിരിക്കും, അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ മന്ത്രിമാരിൽ ഞാൻ വിമർശിക്കാത്ത ഒരാളായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. നീതിപൂർവമായിട്ടാണ് അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് പെരുമാറിയിരുന്നത്. PWD മന്ത്രിയായിരുന്ന സമയത്ത് പ്രതിപക്ഷത്തിരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെയാണ് അദ്ദേഹം നൽകി. ഒരു കാലത്തും അത്രയും നീതിപൂർവമായി പൊതുമരാമത്ത് മന്ത്രിമാർ പെരുമാറിയിട്ടില്ല. ഞാൻ അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ ആദരവും സ്നേഹവും ബഹുമാനമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അസ്തിത്വത്തെയോ അദ്ദേഹത്തിനോട് പാർട്ടിയുടെ കൂറിനെയോ ഞങ്ങളാരും ചോദ്യം ചെയ്യില്ല. KC വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞതുപോലെ അവർക്ക് തമ്മിൽ വ്യക്തിപരമായൊരു അടുപ്പമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ MP MLA ആയി ഇരുന്ന ആളുകളാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും അതിൽ പോകണ്ട. ഞങ്ങളിത് ഈ CPM-ൽ നടക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ഗൗരവമായി നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളല്ലേ പറഞ്ഞത് CPM-നെ ജീർണത ബാധിച്ചിരിക്കുകയാണ്. CPM ഒരു തകർച്ചയിലേക്കാണ് പോകുന്നത്. ഇപ്പം നടക്കുന്നത് ആഭ്യന്തരമായ കാര്യങ്ങളാണ്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരു പ്രതികരണം നടത്തുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. പക്ഷെ ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ശരിവെക്കുകയാണ്. ഞാൻ പറയാറുണ്ടല്ലോ, ഞങ്ങൾ പറയുന്ന പല കാര്യവും നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കാറില്ല. ഈ CPM-നെ പൂർണ്ണമായി ജീർണത ബാധിച്ചിരിക്കുകയാണെന്നും അതൊരു തകർച്ചയിലേക്ക് പോവുകയാണെന്നും ഞങ്ങളല്ലേ പറഞ്ഞത്, പ്രതിപക്ഷമല്ലേ പറഞ്ഞത്. ആ തകർച്ചയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം പാർട്ടി അണികൾ സംതൃപ്തരല്ല. പാർട്ടിയിലെ താഴെ തട്ടിൽ മുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല കമ്മ്യൂണിസ്റ്റുകാർ സംതൃപ്തരല്ല. അപ്പോൾ അവരത് പ്രതിഷേധിക്കും സ്വാഭാവികമായിട്ട്. അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ പാർലമെൻറ്റ് ഇലക്ഷനിലും ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നല്ല കമ്മ്യൂണിസ്റ്റുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. സംശയം എന്താ?